ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കോർ ബ്രാഞ്ച് ഏതാണ്. നിങ്ങൾ മെക്കാനിക്കലുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടത് മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കണം. ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്താണ്, ആ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് എലമെന്റ്സിന്റെ കോപ്പറിന്റെ, അലുമിനിയത്തിന്റെ, സിൽവറിന്റെ, ഗോൾഡിന്റെ ഒക്കെ അറ്റോമിക് നമ്പർ, വാലൻസ് ഇലക്ട്രോൺസ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ഒരു PSC എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഇത്രയും എക്സാം എഴുതിയതാണ്, എന്തിനാണ് ഇങ്ങനൊരു സ്ലൈഡ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 റൗണ്ട് സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് 10 മിനിറ്റ്സും അവസാനത്തെ 15 മിനിറ്റും ഏറ്റവും ക്രൂഷ്യലാണ്. എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ആരെന്ത് വിചാരിക്കുന്നു ഒന്നും വിചാരിക്കേണ്ട. എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സും അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പറഞ്ഞ ക്വിസുകളും ക്യൂ കാർഡ്, നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ക്യൂ കാർഡ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ 7-8 മാസത്തെ ഹാർഡ് വർക്കും പ്ലാനിങ്ങും ഒക്കെയാണ് നമ്മൾ നാളത്തെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ എക്സാം ഹാളിലെ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ അറ്റംപ്റ്റ്സ് കൂട്ടാനും മാർക്സ് കൂട്ടാനും റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാനും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ഓടിച്ച് ഞാനൊന്ന് പറയുന്നുണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ നാളത്തെയും അതുപോലെ തന്നെ ഇന്ന് തന്നെ എക്സാമിന് തലേന്നുള്ള ദിവസവും നിങ്ങളുടെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എന്തിന് ഏറെ പറയുന്നു, നമ്മുടെ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷന് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്കിന് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന സിലബസിൽ 2 പോർഷൻസ് ഉണ്ട്, ഇലക്ട്രിക്കലും ഉണ്ട് മെക്കാനിക്കലും ഉണ്ട് അല്ലേ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കോർ ബ്രാഞ്ച് ഏതാണ്. നിങ്ങൾ മെക്കാനിക്കലുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടത് മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കണം. കാരണം അവിടെയാണ് എപ്പോഴും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാവുക. ഇലക്ട്രിക്കൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും മെക്കാനിക്കൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലൊരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇനി ഇത് തന്നെയാണ് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് വരുന്ന പല എക്സാംസിനും നിങ്ങൾ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മുടെ കോർ ബ്രാഞ്ച് ഏതാണോ. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കലുകാരാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇനി എന്തൊക്കെ നിങ്ങൾ മെക്കാനിക്കൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിന്ന് മാക്സിമം അറ്റംപ്റ്റ് കൂട്ടാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. അതിനുശേഷം അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ? അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സിലബസ് വൈസ് നമുക്ക് അറിയാവുന്ന പോലെ ഇലക്ട്രിക്കലിൻ്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 60 മാർക്സ് ആണ് നമുക്ക് അതിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നമുക്കറിയാം ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ബാക്കി എല്ലാ പോർഷൻസിനും 5-5 മാർക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ നിങ്ങൾ എന്ത് പഠിക്കണമെന്നൊന്നും ഈ ലാസ്റ്റ് മിനിറ്റ് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പുതിയതായിട്ട് ഒരു കാര്യങ്ങളും ഇനി പഠിക്കാനും നിൽക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ മോഡ്യൂളിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓർത്ത് വെക്കേണ്ട കുറച്ച് വാല്യൂസും പോയിന്റ്സും ഉണ്ട്. അതൊന്ന് ലാസ്റ്റ് മിനിറ്റ് നോക്കുക. അതിന് ഇനിയുള്ള 4-5 മണിക്കൂർ സമയം ധാരാളമാണ് ഇലക്ട്രിക്കൽ നോക്കാനായിട്ട്. ഞാൻ ഈ പറയുന്ന എല്ലാം കൂടി നോക്കാനായിട്ട് 4-5 മണിക്കൂർ മതി. അപ്പോൾ നോക്കുക, ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കിക്കേണ്ടതും അല്ലെങ്കിൽ ഓർത്തെടുക്കേണ്ടതും നമ്മൾ ക്ലാസ്സിൽ പലതവണ നമ്മൾ പറഞ്ഞതും നമ്മുടെ ഷോർട്ട് നോട്ട്സിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് സ്പെസിഫിക് പല എലമെന്റ്സിൻ്റെയും സ്പെസിഫിക് റെസിസ്റ്റൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്താണ്, ആ വാല്യൂസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് എലമെന്റ്സിന്റെ കോപ്പറിന്റെ, അലുമിനിയത്തിന്റെ, സിൽവറിന്റെ, ഗോൾഡിന്റെ ഒക്കെ അറ്റോമിക് നമ്പർ, വാലൻസ് ഇലക്ട്രോൺസ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹീറ്റിംഗ് എലമെന്റ്സിന്റെ റേഞ്ച്, ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ അതിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് നോട്ട്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട്സിലും അതിൻ്റെ വാല്യൂസും ടേബിൾസും എല്ലാം ഉണ്ട്. അതൊന്ന് നോക്കുക. എഗെയിൻ ഇതും പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്. നമ്മൾ ഓൾറെഡി പഠിച്ച വാല്യൂസ് ഒന്ന് നോക്കുക. കാരണം പലപ്പോഴും IT ലെവൽ എക്സാമിന് വാല്യൂസ് ആസ് സച്ച് ചോദിക്കാറുണ്ട്. ഇനി മാഗ്നറ്റിസം, മാഗ്നറ്റിക് മെറ്റീരിയൽസിലാണെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് നോക്കുക. ക്യൂറി ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് നോക്കുക. നമ്മൾ ഏകദേശം 270ഓളം ക്വിസിൻ്റെ, അതായത് സ്കോർ ക്വിസസ് ഉണ്ട്. അതിൽ തന്നെ ഓരോന്നിലും 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാഗ്നറ്റിസത്തിൻ്റെ ഒക്കെ നമ്മൾ ഒരുപാട് ക്യൂ കാർഡ്സും അതുപോലെ തന്നെ സ്കോർ ക്വിസസും തന്നിട്ടുണ്ട്. ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവുക, അതിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കിയിട്ട് പോവുക. അതൊരു റിവിഷനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ബസ് ഇരുന്ന് വേണമെങ്കിലും ജസ്റ്റ് നോക്കാം. അപ്പോൾ ആ ക്വിസസ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മുടെ ആപ്പിലൊക്കെ ആപ്പ് വ്യൂ ഫോമാറ്റിലുണ്ട്. അതൊന്ന് നോക്കിയേക്കുക, പോവുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിസൈൻ ആൻഡ് വയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരുപാട് വാല്യൂസ്, എർത്തിങ് റിലേറ്റഡ് വാല്യൂസ്, എർത്ത് പൈപ്പിൻ്റെ, എർത്ത് പ്ലേറ്റിൻ്റെ ഒക്കെ ഡൈമെൻഷൻസ്, അങ്ങനെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. IS സ്റ്റാൻഡേർഡ്സിൻ്റെ വാല്യൂ, ക്ലിയറൻസസിൻ്റെ വാല്യൂ, ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്, ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് പോകാം. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിലും നോട്ട്സിലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓടിച്ച് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇലിമിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ടേംസ് ഉണ്ട്. ആ ടേംസിൻ്റെ ഒക്കെ യൂണിറ്റ്സ് ഒന്ന് നോക്കുക. നമ്മൾ പഠിച്ച പല ലാമ്പുകളുടെയും ആപ്ലിക്കേഷനും റേറ്റിംഗ്സും ഒന്ന് വാട്ടേജ് റേറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. സിമ്പിളാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ലാസ്റ്റ് മിനിറ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവുക. ഓക്കെ. ഇനി മെഷർമെൻറ്റ്സിലാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ, ഓരോ മെറ്റീരിയൽ PMMC ഇൻസ്ട്രുമെൻറ്റ്, MI ഇൻസ്ട്രുമെൻറ്റ്, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്പ്രിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്, അതുപോലെ തന്നെ ഷണ്ട്
ഷണ്ടായിട്ട് നമ്മൾ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഷണ്ടുകൾ, മൾട്ടിപ്ലയേഴ്സ്, ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ എന്താണ്, അത് എന്തുകൊണ്ട് നമ്മൾ മാംഗനീൻ ഉപയോഗിക്കുന്നു, കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നു, ഒക്കെ നമ്മൾ പഠിച്ചാണ് ക്ലാസ്സിൽ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോവാം. ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഹീറ്റിംഗ് എലമെന്റ്സിൽ തന്നെ പഠിച്ചതാണ് ബേസിക്സിൽ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ആ എലമെന്റ്സിന്റെ പേര്, മാംഗനീൻ, കോൺസ്റ്റന്റ്, ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവാം. പ്രൊട്ടക്റ്റീവ് ഡിവൈസസിൽ നമ്മൾ ഫ്യൂസസ് പോലെ തന്നെ MCB, MCCB അങ്ങനെ പല ടേംസ് പഠിച്ചു. അതിൻ്റെയൊക്കെ ഫുൾ ഫോം എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. അതുപോലെ തന്നെ ബാറ്ററി ആൻഡ് സെൽസിൽ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ഉണ്ട് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ഉണ്ട്. അതിൻ്റെ തന്നെ നോമിനൽ വോൾട്ടേജ് എന്താണ്, ഇലക്ട്രോഡ് ടൈപ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ജസ്റ്റ് ഇത് അതാ ഞാൻ പറഞ്ഞു, ഇതെല്ലാം കൂടി നോക്കാൻ നിങ്ങൾക്ക് ഒരു 3-4 മണിക്കൂർ മതി. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോവാം. പവർ ഇലക്ട്രോണിക്സ് ഞാൻ എല്ലാ സബ്ജക്റ്റും ഒന്നും ഇവിടെ പറയുന്നില്ല, ലാസ്റ്റ് മിനിറ്റ് ഓർത്തിരിക്കേണ്ട പോയിന്റ്സും വാല്യൂസും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, നിങ്ങൾ എസ്പെഷ്യലി മെക്കാനിക്കലുകാരാണെങ്കിൽ നിങ്ങൾ ഓരോ ഡിവൈസസിൻ്റെയും എന്തൊക്കെ ടെർമിനൽസ് ഉണ്ട്, എന്തൊക്കെ ലെയേഴ്സ് ഉണ്ട്, ആ ടെർമിനൽസിൻ്റെ ഒക്കെ പേരെന്താണ്, അതൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ ഏകദേശം 20ഓളം റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ആ റിവിഷൻ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതും ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയാണ്. അത് നോക്കുക. ഇനി റെക്ടിഫയേഴ്സ്, ആ റെക്ടിഫയേഴ്സിൻ്റെ RMS വാല്യൂ, ആവറേജ് വാല്യൂ, റിപ്പിൾ ഫാക്ടർ, എഫിഷ്യൻസി എന്താണ്, ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്താണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകാം. കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മെക്കാനിക്കൽ എടുക്കുകയാണെങ്കിൽ മെക്കാനിക്കലിൽ നമുക്ക് ഈ പറയുന്ന 4 മോഡ്യൂൾസ് ആണുള്ളത്. ഈ 4 മോഡ്യൂളിനും വ്യക്തമായിട്ടുള്ള റിവിഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിവിഷൻ നോട്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവിഷൻ നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകാം. അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു എക്സാമിന് മുമ്പ് വരെ നിങ്ങൾക്ക് ഇനി ഒരു 10 hours ഒക്കെ കിട്ടും. ആ 10 hours നിങ്ങൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക, റിവിഷൻ നോട്ട്സ് ഒന്ന് നോക്കിയിട്ട് പോകാം. പുതിയതായിട്ട് ഒന്നും പഠിക്കാൻ നിൽക്കരുത്, പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും റിവിഷൻ നോട്ട് നമ്മൾ ഏകദേശം 6 റിവിഷൻ നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 6 റിവിഷൻ നോട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകുക. അതിലുള്ള ഇമ്പോർട്ടൻ്റ് ടേംസ്, അതിലുള്ള വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസും ടേംസും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. പല ത്രെഡിൻ്റെ ഒക്കെ വാല്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകാം. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോട്ട്സ്, ഈ ക്വിക്ക് റിവിഷന് വേണ്ടി ഈ നോട്ട്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോയാൽ മതിയാവും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എങ്ങനെയാണ് ഒരു PSC എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും, ഞങ്ങൾ എത്ര എക്സാം എഴുതിയതാണ്, എന്തിനാണ് ഇങ്ങനൊരു സ്ലൈഡ് ഇട്ടേക്കുന്നതെന്ന്. നമ്മൾ എത്ര എക്സാം എഴുതുകയാണെങ്കിലും ചില സ്ട്രാറ്റജീസ് നമ്മളൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അതല്ല, നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഫോളോ എ 3 round അപ്രോച്ച്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ഒന്നാമത്തെ ചോദ്യം എടുത്തു, അത് കിട്ടിയോ ഇല്ലയോ നോക്കിയിട്ട് രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ആ ഓർഡറിൽ പോകും. അങ്ങനെയല്ല നിങ്ങൾ പോവേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു 3 റൗണ്ടിലെങ്കിലും മിനിമം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പോകുക. അതായത് 3 തവണയെങ്കിലും നിങ്ങൾ 1 മുതൽ 100 വരെ പോയിരിക്കണം. എങ്ങനെയാണ്? ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ഇവിടെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ മെക്കാനിക്കലിൻ്റെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ ഏതാണോ സ്ട്രോങ്, നിങ്ങളുടെ സ്ട്രീം ഏതാണോ, നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 30 ചോദ്യം അല്ലെങ്കിൽ 40 ചോദ്യമുണ്ട്. മെക്കാനിക്കലാണ് നിങ്ങൾ ആദ്യം എടുക്കുന്നത്. ആ 40 ചോദ്യത്തിൽ ആദ്യം 1 മുതൽ 40 വരെ നിങ്ങൾ പോവേണ്ടത് എങ്ങനെയാണ്, അവിടെയും ഒരു 3 റൗണ്ട് കൊണ്ടുവരിക. ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് 1 മുതൽ 40 100% ഉറപ്പുള്ള ചിലപ്പോൾ 15-20 ചോദ്യം കാണും. അത് മാത്രം ആദ്യത്തെ റൗണ്ടിൽ എഴുതുക. അത് കഴിഞ്ഞ് രണ്ടാമത് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൺഫ്യൂഷൻ ഉള്ളതോ അങ്ങനെയുള്ളതുണ്ടാവും, അത് മാത്രം രണ്ടാമത് എഴുതുക. അത് കഴിഞ്ഞ് മൂന്നാമത് പോകേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഒട്ടും കിട്ടാത്ത ടോപ്പിക്സ്. അത് വേണമെങ്കിൽ നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പോയാലും മതി. അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇങ്ങനെ ഒരു 3 റൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കിയാൽ മതി. ഇവരെല്ലാം ഈ 3 റൗണ്ട് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ചിലർ 3 or 4 ഒക്കെ പോകാറുണ്ട്. അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും കാണും. നമുക്കറിയാത്ത ചോദ്യത്തിന് അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യത്തിന് 1 സെക്കൻഡ് പോലും നമുക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. കാരണം എന്താ, നമുക്ക് അറിയാവുന്ന ചോദ്യം മാത്രമേ ഫസ്റ്റ് റൗണ്ടിൽ എഴുതുന്നുള്ളൂ. നമ്മൾ എല്ലാ ഫസ്റ്റ് റൗണ്ടിലും അറിയാവുന്ന 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, ചില ചോദ്യങ്ങൾക്ക് നമ്മൾ എക്സ്ട്രാ സമയം സ്പെൻഡ് ചെയ്ത് ബാക്കി താഴോട്ട് കിടക്കുന്ന അറിയാവുന്ന ചോദ്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 റൗണ്ട് സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ എങ്ങനെ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നു, അവസാനത്തെ 15 മിനിറ്റ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പെർഫോമൻസിന്, നിങ്ങളുടെ റാങ്കിനെ തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് 10 മിനിറ്റ്സും അവസാനത്തെ 15 മിനിറ്റും ഏറ്റവും ക്രൂഷ്യലാണ്. ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ കൂളായിട്ടിരിക്കുക. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചു, നല്ല കാര്യം, കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, വേണ്ട, ഇതുവരെ എന്ത് പഠിച്ചു
അത് നന്നായിട്ട് എഴുതാൻ പറ്റണേ എന്നുള്ളൊരു ആലോചനയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കെങ്കിലും കുറയുള്ളൂ. അത് ആദ്യം ഉണ്ടാവണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ റൗണ്ട് നിങ്ങൾ പോകുമ്പോൾ, ഫസ്റ്റ് റൗണ്ട് പോകുമ്പോൾ കിട്ടാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ മതി. സെക്കൻഡുകളായിരിക്കും ഇവിടെ സേവ് ചെയ്യപ്പെടുന്നത്, പക്ഷേ അതെല്ലാം നിങ്ങളുടെ മാർക്കിനെയും റാങ്കിനെയും വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ കാര്യം ഓർക്കുക. OMRൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് പോകും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരു ക്വസ്റ്റ്യനോ ഒരു ഓപ്ഷനോ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം മാർക്ക് പോകും. അങ്ങനെയും സംഭവിച്ച കുട്ടികളുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് തോന്നിയതുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അപ്പം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ആ സമയത്ത് എനിക്ക് ഉറപ്പില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അപ്പം അറ്റൻഡ് ചെയ്യേണ്ട, അത് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്തോ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. അത് അടുത്ത റൗണ്ടിൽ നോക്കിയാൽ മതി. 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ കറക്റ്റായിട്ട് OMR അപ്പം മാർക്ക് ചെയ്ത് പോവുക. ഇനി ആ എക്സാം സമയത്ത് എക്സാം ഹാളിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ OMR ഷീറ്റിലോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാത്രം ജോലിയാണ് ആ എക്സാം എഴുതുക എന്നുള്ളത്. അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പറിലും OMRലും മാത്രം നോക്കുക, കമ്പയർ ചെയ്യരുത്. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടെൻഷൻ കുറഞ്ഞാൽ തന്നെ മിസ്റ്റേക്സും കുറയും. ആ ഒരു പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക. എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ആരെന്ത് വിചാരിക്കുന്നു ഒന്നും വിചാരിക്കേണ്ട. എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സും അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പറഞ്ഞ ക്വിസുകളും ക്യൂ കാർഡ്, നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ക്യൂ കാർഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഇനി ഞാൻ പറഞ്ഞു 10 മുതൽ നിങ്ങൾ 100 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ ഫുൾ മാർക്ക് മേടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോരുത്. 10 മുതൽ 15 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. ടെൻഷൻ വേണ്ട, ബാക്കി 85 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും അവസാനം ആ 10 മുതൽ 15 ചോദ്യങ്ങളിലേക്ക് പോവുക. ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. അല്ലാതെ അവിടെ ഈഗോ വെച്ചുകൊണ്ടിരിക്കരുത്. ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷനും വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ക്വസ്റ്റ്യനിൽ ചോദിച്ചെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആണോ, അല്ലെങ്കിൽ ഈസ് നോട്ട് ആണോ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണോ, കറക്റ്റ് ആണോ, ഇൻകറക്റ്റ് ആണോ, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വളരെയധികം ശ്രദ്ധിച്ച് വായിക്കുക. ഞാൻ പറയാറുള്ളത് പോലെ എക്സാം ഹാളിൽ ഈഗോ വെക്കരുത്, ആരുമായിട്ടും കമ്പയർ ചെയ്യരുത്. ഈഗോ വെക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ പണ്ട് പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തേ പോകുള്ളൂ എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ ഉണ്ടാവില്ല, ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ 100% കിട്ടുന്ന ചോദ്യങ്ങൾ മാത്രം ഇടുക. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അത് പഠിച്ചതായിരിക്കും, മറന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടേക്ക്. അത് പിന്നെ നമുക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റൗണ്ടിൽ വരാം. അവിടെ ഈഗോ വെച്ചുകൊണ്ടിരിക്കരുത്. ഇമ്പോർട്ടൻറ്റ്. പിന്നെ എക്സാം എപ്പോഴും വളരെ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് പോരുത്. 1-2 ക്വസ്റ്റ്യൻ മാറിയാൽ അത് ഈ പറയുന്ന നിർഭാഗ്യവശാൽ നിങ്ങളുടെ കോഡിൽ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ ആദ്യത്തെ 1-2 ചോദ്യമാണ് അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് കിടക്കുക. നിങ്ങളുടെ മൊത്തം കോൺഫിഡൻസ് പോകും. അങ്ങനെ ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും ടഫ് എക്സാം പ്രതീക്ഷിച്ച് പോവുക. എനിക്ക് പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും അറിയാത്തത് ഉണ്ടാവും എന്ന് എന്നെ വിചാരിച്ചിട്ട് പോവുക. ഓക്കെ, എല്ലാ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ക്വസ്റ്റ്യൻ്റെ പുറകെ ഒരുപാട് സമയം കളയരുത്. എല്ലാ ചോദ്യത്തിനും 1 മാർക്കാണ്. എളുപ്പമുള്ള ചോദ്യങ്ങളാണെങ്കിലും ടഫായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും ഞാൻ പഠിച്ച ചോദ്യങ്ങളാണെങ്കിലും പഠിക്കാത്ത ചോദ്യങ്ങളാണെങ്കിലും എല്ലാത്തിനും 1 മാർക്കാണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്, ഒരു 15 to 20 ക്വസ്റ്റൻസ് ചിലപ്പോൾ വാല്യൂസിൻ്റെയോ, ചിലപ്പോൾ അതിൽ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ചതാണെങ്കിൽ പോലും ആ ഓപ്ഷൻ അതിലില്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് സമയം അതിൽ സ്പെൻഡ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. എഗെയിൻ ഡോണ്ട് ട്രൈ ടു സ്കോർ 100 മാർക്സ്. നമുക്ക് 100 മാർക്സ് വേണ്ട. ഒരു IT ലെവൽ എക്സാം ആണെങ്കിലും നമ്മളൊരു 85+ ഒക്കെ അറ്റംപ്റ്റ് വളരെ നല്ല അറ്റംപ്റ്റ് ആയിരിക്കും. അപ്പോൾ എഗെയിൻ ടഫ് ആണെങ്കിൽ വീണ്ടും കുറയും, ഈസി ആണെങ്കിൽ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് വിത്തൗട്ട് നെഗറ്റീവ് മാർക്സ് കൂട്ടാതിരിക്കുക. ആ കാര്യങ്ങൾ എപ്പോഴും ആലോചിക്കുക. നോക്കുക, ഈസി ക്വസ്റ്റൻസ് ആണെങ്കിൽ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടഫ് എക്സാം ആണെങ്കിൽ നെഗറ്റീവ് മാർക്സ് വരാതെ നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പഠിക്കാനുണ്ട്, മെക്കാനിക്കൽ പഠിക്കാനുണ്ട്. സിലബസ് വാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എഴുതുന്ന എല്ലാവർക്കും, ഇലക്ട്രിക്കൽ സബ്ജക്ട് ഈസി ആയിരിക്കും, മെക്കാനിക്കൽ പാടായിരിക്കും, മെക്കാനിക്കൽ ഈസി ആയിരിക്കും, ഇലക്ട്രിക്കൽ ടഫ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ലെവലാണ്. ഇനി അതുപോലെ തന്നെ പല ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, ന്യൂമറിക്കൽസ് വരാം, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാം. ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോവുക. അതിനനുസരിച്ചുള്ള ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. നമ്മൾ മനഃപൂർവ്വമാണ് പല ടെസ്റ്റുകളും, നമ്മളുടെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇത്തിരി ലെവൽ കൂട്ടിയാനുണ്ട്. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതിൽ തെറ്റിപ്പോയ ചോദ്യങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ കാര്യങ്ങൾ നോക്കാം. പിന്നെ ഒരു ഐഡിയ ഇല്ലാത്ത ചില ചോദ്യങ്ങളാണ്. ഒരു 5 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഗസ് വർക്ക്, ഒരു എലിമിനേഷൻ ഓഫ് 100, വെറുതെ ബ്ലൈൻഡ് ഗസ് അല്ല, ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അറ്റംപ്റ്റ് കൂട്ടാൻ ശ്രമിക്കാം. പക്ഷേ അത് കെയർഫുൾ ആയിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് അവസാനം പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം അറ്റംപ്റ്റ് ഒക്കെ കൂട്ടാൻ ശ്രമിക്കാം. എഗെയിൻ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 80 to 90% ക്വസ്റ്റൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസിലേക്കും പോകാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ എഗെയിൻ അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. ഓക്കെ, പിന്നെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്നേ ദിവസം അതായത് എക്സാമിൻ്റെ തലേന്ന് ഉറങ്ങുക പറഞ്ഞാൽ ഒരു 10 മണിക്കൂറൊന്നും ഉറങ്ങണ്ട, മിനിമം ഒരു 5 അവറെങ്കിലും 5 to 6 hours എങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ അത് എക്സാമിൻ്റെ തലേന്നല്ല. ആ ഒരു കാര്യം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഈ പറയുന്ന ടെൻഷനൊക്കെ വരികയാണെങ്കിൽ ഒന്ന് നടന്ന് പഠിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഇതൊക്കെ എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണ്. എക്സാം സെൻറ്ററിൽ നേരത്തെ തന്നെ പോവുക, അവിടെ ഒരു അനാവശ്യ ടെൻഷൻ വെക്കരുത്. എക്സാം നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനും എക്സാമിന് പോകുന്ന വഴിക്കോ ബസ്സിൽ ഇരുന്നോ ഒക്കെ ആ ലാസ്റ്റ് മിനിറ്റുള്ള ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് പഠിക്കുക. എഗെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വേറെ ആർക്കും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാത്തൊരു കാര്യമാണ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത്രയും മതി. ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനാണ് ഇനിയുള്ള സമയം. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക. പിന്നെ എക്സാം കഴിയുന്നത് വരെ ഇതിൻ്റെ റാങ്ക് എന്തായിരിക്കും, എനിക്ക് ജോലി എപ്പോൾ കിട്ടും, എനിക്ക് ജോലി കിട്ടുമോ, എൻ്റെ റാങ്ക് താഴെയായിപ്പോൾ, ഇതൊന്നും നിങ്ങൾ ആലോചിക്കരുത്. ആ 100 ചോദ്യത്തിൽ മാക്സിമം കാര്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും, അത് മാത്രമായിരിക്കണം നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്. അത് മാത്രം ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഈ എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ടീമിൻ്റെ എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും നമ്മുടെ ടീമിൻ്റെ ഒക്കെ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ സ്വയം വിശ്വസിക്കുക, മാക്സിമം അറ്റംപ്റ്റ് കൂട്ടാൻ ശ്രമിക്കുക. നെഗറ്റീവ്സ് ഏറ്റവും കുറച്ചും ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട്. എക്സാമിൻ്റെ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ പഠിക്കുക. ആരെന്ത് വിചാരിക്കുന്നു ഒന്നും വിചാരിക്കരുത്. ഏറ്റവും നന്നായിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെയും പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് നാളെ വീണ്ടും കാണാം.